ദൂയിബിഗ ജോമി എന്നൊരു ബംഗാളി കവിതയുണ്ട്. അർത്ഥം എൻ്റെ ഇത്തിരിത്തുണ്ട് ഭൂമി എന്നാണ്. രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ഏറ്റവും പ്രശസ്തമായ കവിതകളിൽ ഒന്ന്. എനിക്കുണ്ടായിരുന്ന മണ്ണിൽ ഇനി ഒരിത്തിരിയേ ശേഷിക്കുന്നുള്ളൂ, ബാക്കിയൊക്കെ ജന്മി കൊണ്ടുപോയി എന്ന് പറഞ്ഞു തുടങ്ങുന്ന കവിതയാണ്. എൻ്റെ വലിയ പൂന്തോട്ടത്തിന് ഒരു ജലധാര പണിയണം, അതിനായി നീ ഒട്ടും ഭംഗിയില്ലാതെ ഇട്ടിരിക്കുന്ന 1/2 ഏക്കർ സ്ഥലവും ഞാൻ എടുക്കുകയാണ്. ഇങ്ങനെ പറഞ്ഞാണ് കവിതയിൽ ഭൂവുടമ പ്രവേശിക്കുന്നത്. ബംഗാളിൻ്റെ ഇത്തിരിവട്ടത്തെ പൂങ്കാവനമാക്കുമെന്ന് കൊൽക്കത്തയിൽ വന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിക്കുമ്പോൾ നിസ്സാരമല്ല ദീദിയുടെ നെഞ്ചിലെ തീ. ഭാരത് മാതാ കി, ഭാരത് മാതാ കി, ജയ് ജയ് ശ്രീറാം, जय श्री राम, जय सिया राम। नरेंद्र मोदी जी स्वागतम, मोदी जी स्वागतम, मोदी जी स्वागतम, मोदी जी स्वागतम, मोदी जी स्वागतम। मोदी 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 मोदी। 2011 ഒറ്റ അംഗങ്ങൾ പോലും ഇല്ലാതിരുന്ന BJP 2016 294 അംഗ സഭയിൽ ജയിച്ചത് വെറും 3 പേർ. ഇത്തവണയോ കേരളത്തിലെ പോലെയല്ല, ബംഗാളിൽ 7 അഭിപ്രായ ഫലങ്ങൾ പുറത്തു വന്നു. വലിയ തിരിച്ചടി ഉണ്ടാകുമെങ്കിലും 6ലും ഏറ്റവും വലിയ ഒറ്റ. ഈ ദൃശ്യത്തിൽ നിന്ന് വേണം ഇന്നത്തെ ബംഗാൾ രാഷ്ട്രീയത്തിന്റെ ചർച്ചകൾ ആരംഭിക്കാൻ. മുഖ്യമന്ത്രി മമതാ ബാനർജി ചെന്നു കയറുന്നത് സ്വന്തം മരുമകന്റെ വീട്ടിലേക്കാണ്. MP-യും തൃണമൂൽ കോൺഗ്രസിന്റെ യുവ നേതാവുമായ അഭിഷേക് ബാനർജിയുടെ വീട്ടിലേക്ക്. ഈ വീട്ടിൽ കഴിഞ്ഞ 24 മണിക്കൂർ CBI ഉണ്ടായിരുന്നു. ചോദ്യം ചെയ്തത് അഭിഷേകിന്റെ ഭാര്യ രുചിര ബാനർജിയെ. 10 പതിറ്റാണ്ട് മുൻപ് ആരംഭിച്ച ശാരദാ ചിറ്റ് ഫണ്ട് കേസിലും ഇപ്പോഴെടുത്ത കൽക്കരി കടത്തു കേസിലുമാണ് ചോദ്യം ചെയ്തത്. CBI സംഘം മടങ്ങിയതിന് പിന്നാലെ അവിടെ എത്തിയതാണ് മമത. അപ്പോൾ ഈ ദൃശ്യമോ? যেহেতু আমি আশাবাদী, যেহেতু 30 জন এই মামলায় জামিন পেয়েছে এবং চার্জশিট হয়ে গেছে, তাই হয়তো আমাকে জামিন দেবে. കൊൽക്കത്തയിലെ ജയിലിന് മുന്നിലുള്ള കാഴ്ചയാണ്. ഈ ജയിലിനുള്ളിലാണ് BJP സംസ്ഥാന കമ്മിറ്റി അംഗം രാകേഷ് സിംഗ്. രാകേഷ് മാത്രമല്ല, യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് പമേല ഗോസ്വാമിയും ഈ ജയിലിൽ ഉണ്ട്. ബംഗാൾ എക്സൈസ് വകുപ്പ് 90 ഗ്രാം കൊക്കൈൻ ഇവരുടെ കാറിൽ നിന്ന് കണ്ടെടുത്തു. എല്ലാവരെയും പിടിച്ച് അകത്തിട്ടിരിക്കുകയാണ്. കേരളത്തിൽ CBI-യും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കേസെടുക്കുമ്പോൾ ഉണ്ടാകുന്നത് പോലുള്ള പുകിലല്ല അങ്ങ് ബംഗാളിൽ. ഒരു തൃണമൂൽ നേതാവിനെതിരെ CBI അന്വേഷണം തുടങ്ങിയാൽ 2 BJP നേതാക്കളെ വേറെ കേസിൽ ജയിലിലിടുകയാണ് മമത. സത്യത്തിൽ CBI-ക്ക് ബംഗാളിൽ കയറാനുള്ള അനുമതി പോലും നിലവിലില്ല. സംസ്ഥാനത്തെ കേസുകൾ അന്വേഷിക്കാനുള്ള അധികാരം എടുത്തുകളഞ്ഞ് നിയമം പാസാക്കിയതാണ് ബംഗാൾ. എത്ര നിയമം പാസാക്കിയാലും ഇന്ത്യയിൽ എവിടെയും കയറാം എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് CBI. തെരഞ്ഞെടുപ്പിലെ വോട്ട് പിടുത്തത്തേക്കാൾ നാടകീയമാണ് ഈ കളികൾ. അവിടെ ഗാലറിയിൽ മൂന്നാമതൊരു സംഘം കൂടിയുണ്ട്. संशय
10 വർഷത്തിനിടെ സീതാറാം യെച്ചൂരിയും CPM-ഉം ഒന്ന് ആശ്വസിച്ച ദിവസമാണ്. പഴയ പ്രതാപകാലത്തെ ഓർമ്മിപ്പിച്ച് ബ്രിഗേഡ് മൈതാനത്ത് വിപ്ലവ ഗാനങ്ങൾ. പക്ഷേ വേദിയിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാലോ? കൈകോർത്ത് നടക്കുകയാണ് CPM-ന്റെ മുഹമ്മദ് സലീമും കോൺഗ്രസിന്റെ അധീർ രഞ്ജൻ ചൗധരിയും. പോളിറ്റ് ബ്യൂറോയും കേന്ദ്ര കമ്മിറ്റിയും പ്ലീനവും ചേർന്ന് ഒരു നീക്കുപോക്കും വേണ്ടെന്ന് തീരുമാനിച്ച് അകറ്റി നാട്ടിയ കൊടികളാണ്. ദണ്ടുകൾ കൊണ്ട് കൂട്ടിക്കെട്ടിയും ശീലകൾ കൊണ്ട് കൂട്ടിത്തൊട്ടും പാർട്ടിയെ ധിക്കരിച്ച് നിൽക്കുകയാണ്. ചെങ്കൊടിയും മൂവർണ്ണക്കൊടിയും അതൊരു കാവ്യനീതിയാണ് എന്ന് പറഞ്ഞ് നാവടക്കുമ്പോഴേക്കും കാണാം പുതിയ ഒരു കൊടി കൂടി. വെളുപ്പും പച്ചയും വയലറ്റും ചതുരങ്ങളിലുള്ള കൊടി. അത് പിറന്നിട്ട് ഈ റാലി നടക്കുമ്പോൾ 38 ദിവസമേ ആയിട്ടുള്ളൂ. ഈ വലിയ ജനക്കൂട്ടത്തിലെ പകുതിയും എത്തിയത് ഈ കൊടിയുടെ അവകാശികളായ ഇന്ത്യൻ സെക്യുലർ ഫ്രണ്ട് എന്ന ISF ഏർപ്പെടുത്തിയ വാഹനങ്ങളിലാണ്. അപ്പോൾ ഏതാണ് ഇത്ര വലിയ മതേതര പാർട്ടി എന്ന് അന്തം വിടുന്നവർക്കുള്ള ഉത്തരമാണ് അബ്ബാസ് സിദ്ദിഖി. 24 വയസ്സേയുള്ളൂ. പൗരത്വ നിയമവിരുദ്ധ സമരത്തിലൂടെ ഉയർന്നു വന്ന നേതാവ്. അക്കാലത്തെ അബ്ബാസ് സിദ്ദിഖിയുടെ ഒരു പ്രസംഗം മാത്രം മതി മതേതര നിലപാട് വ്യക്തമാകാൻ. അല്ലാഹ് ഇന്ത്യയിലേക്ക് ഒരു രോഗാണുവിനെ അയച്ചിരിക്കുന്നത് അനുസരണയില്ലാത്ത 50 കോടി ജനങ്ങളെ കൊല്ലാനാണ്. ഇങ്ങനെ പ്രസംഗിച്ച അബ്ബാസ് സിദ്ദിഖിയുടെ പാർട്ടിയിലാണ് ഇപ്പോൾ കോൺഗ്രസും CPM-ഉം രക്ഷ തേടുന്നത്. তাই সর্বপ্রথম এই ব্রিগেডের জমিন থেকে আমার প্রত্যেকটা বাঙালি ভালোবাসার মানুষকে বলবো, যেখানে যেখানে বাম শরিক দল প্রার্থী দেবে আগামী ইলেকশনে মাতৃভূমিকে রক্ত দিয়ে হলেও স্বাধীন আমরা করব. ആരാണ് അബ്ബാസ് സിദ്ദിഖിയുടെ ഈ പാർട്ടിക്ക് പിന്നിൽ? അത് അസദുദ്ദീൻ ഒവൈസിയാണെന്നാണ് ഉത്തരം. അപ്പോൾ ഒവൈസിയുടെ ഓൾ ഇന്ത്യ മജ്ലിസ് ഇത്തിഹാദുൽ മുസ്ലിമിനോ? ഒവൈസി കോൺഗ്രസ് ക്യാമ്പിലേക്ക് അയച്ചിരിക്കുന്ന ദൂതൻ എന്നാണ് സിദ്ദിഖിയെക്കുറിച്ചുള്ള സംസാരം. അപ്പോൾ ഇതേ ഒവൈസി തന്നെയല്ലേ BJPയുടെ ദൂതനാണെന്ന് ആരോപിക്കപ്പെടുന്നത്? കഥ ഇത്രയേ ഉള്ളൂ. തൃണമൂൽ കോൺഗ്രസിന്റെ വോട്ട് ബാങ്കിൽ നല്ലൊരു വിഭാഗം മുസ്ലിംകളാണ്. അത് പിളർത്താനുള്ള മാർഗമാണ് അബ്ബാസ് സിദ്ദിഖി. മാത്രമല്ല, കോൺഗ്രസിനും ഉത്തര ബംഗാളിൽ മുസ്ലിം വോട്ട് ബാങ്കുകളുണ്ട്. അവ കൂടി സിദ്ദിഖിയുടെ അക്കൗണ്ടിലേക്ക് മാറ്റുകയാണ് ഈ സഖ്യത്തിലൂടെ. സീതാറാം യെച്ചൂരി മൊബൈൽ ഫോണിൽ വീഡിയോ എടുത്ത് സ്റ്റേജിലൂടെ നടക്കുമ്പോഴും രാഹുൽ ഗാന്ധി ആ പ്രദേശത്തേക്ക് പോകാത്തതിന്റെ കാരണം ഇതുകൂടിയാണ്. അധീർ രഞ്ജൻ ചൗധരിയും മുഹമ്മദ് സലീമും ചേർന്നുണ്ടാക്കിയ കൂട്ടുകെട്ടിൽ കൈവയ്ക്കാതെ മാറി നിൽക്കുകയാണ് കോൺഗ്രസ് അഖിലേന്ത്യാ നേതൃത്വം. ബംഗാളിലെ ബ്രിഗേഡ് മൈതാനത്ത് 10 ലക്ഷം പേർ അണിനിരന്നപ്പോൾ ആ വഴിക്ക് പോകാതെ അറബിക്കടലിൽ വന്ന് നീന്തുകയായിരുന്നു രാഹുൽ ഗാന്ധി. CPM-ഉം കോൺഗ്രസും ഇന്ന് സമാനമായ സ്ഥിതിയിലാണ്. കേരളവും അറബിക്കടലും മാത്രമേ രണ്ട് പാർട്ടിക്കും നീന്തി തുടിക്കാൻ ബാക്കിയുള്ളൂ. അവിടെയാണ് വീണ്ടും മമതാ ബാനർജി എന്ന ഒറ്റയാൾ വടവൃക്ഷത്തിലേക്ക് മടങ്ങിപ്പോകേണ്ടത്. 10 വർഷം ഭരിച്ചിട്ടും വീണ്ടും മമത അധികാരത്തിൽ എത്തുമെന്ന് സർവേ ഫലങ്ങൾ പറയുമ്പോൾ ഭരണവിരുദ്ധ വികാരം എന്ന സങ്കല്പം തന്നെയാണ് സംശയത്തിലാകുന്നത്. CPM-നെതിരെയായിരുന്നു. CPM ഗ്രാമങ്ങളിൽ നിന്ന് കല്ലേറുകൊണ്ട് ഓടിയിട്ടും നിർത്താതെ നടത്തിയ ആ യാത്രയുടെ തുടർച്ചയാണ്. അതിന് പല ഘടകങ്ങളുമുണ്ട്. ഒന്നാമത് മമതാ ബാനർജിയുടെ കഴിഞ്ഞ 10 വർഷത്തെ ഭരണം ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിലുള്ള എന്തെങ്കിലും ചെയ്യുന്നതിൽ
അവർക്ക് വിജയിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. പ്രത്യേകിച്ചും ഈ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് കോവിഡിൻ്റെ പശ്ചാത്തലത്തിലാണ്. കാരണം കോവിഡ് വളരെയധികം വ്യാപിച്ച ഒരു സംസ്ഥാനങ്ങളിൽ ഒന്നാണ് പശ്ചിമ ബംഗാൾ. പക്ഷേ അവിടുത്തെ ജനങ്ങൾക്ക് സഹായം എത്തിക്കുന്നതിൽ, രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിൽ ഒക്കെ തന്നെ പരാജയമാണ് മമതാ ഭരണമെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ഇത് സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. അതുപോലെ തന്നെ വ്യവസായ മേഖല, കാരണം അസൻസോൾ ആ മേഖലയൊക്കെ തന്നെ കൊയിലറിയും ഒക്കെയുള്ള വലിയ മേഖലയാണ്. കാരണം ആ വ്യവസായങ്ങൾ, പുതിയ വ്യവസായങ്ങൾ തുടങ്ങുന്നതിൽ, അത് ഉള്ള വ്യവസായങ്ങൾ നിലനിർത്തുന്നതിൽ, ജനങ്ങൾക്ക് ജോലി നൽകുന്നതിൽ, ഇങ്ങനെ പല കാര്യങ്ങളിലും വളരെ മോശപ്പെട്ട ഭരണമാണ് എന്ന വിലയിരുത്തലാണ് പൊതുവെ ബംഗാളിൽ നിന്നും ഉയർന്നു വരുന്നത്. തൃണമൂലിൽ നിന്നും CPM-ൽ നിന്നും വരെ പണം കൊടുത്ത് ആളെ കൂട്ടിയതുകൊണ്ടാണോ BJP ഇത്ര വളർന്നത്? അങ്ങനെയാണ് എന്ന് പറയാൻ അനുവദിക്കുന്നതല്ല ബംഗാളിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ. തൃണമൂലിന്റെ ജനപ്രിയരായ നേതാക്കൾ പലരും BJP-യിലേക്ക് പോയിട്ടുണ്ട്. അതിലൊന്നും ഒരു ധാർമ്മികതാ നഷ്ടവും ആരോപിക്കാനും കഴിയില്ല. കാരണം 10 വർഷം മുൻപ് കോൺഗ്രസിൽ നിന്നും CPM-ൽ നിന്നും തൃണമൂലിലേക്ക് എത്തിയവരാണ് അവരിൽ ഏറെയും. ഇപ്പോൾ ശക്തരായ BJP-യിലേക്ക് കളം മാറ്റുന്നു എന്ന് മാത്രം. അവർക്ക് BJP-യിലേക്കുള്ള ലോഞ്ചിങ് പാഡായി മാറുകയായിരുന്നു തൃണമൂൽ കോൺഗ്രസ്. ബംഗാൾ ഇപ്പോൾ സമ്പൂർണമായും കേന്ദ്രസേനയുടെ കൈകളിലാണ്. ഓരോ നിരത്തിലും നടന്നു നീങ്ങുന്ന കമാൻഡോകൾ, ഉൾഗ്രാമങ്ങളിൽ വരെ യന്ത്രത്തോക്കുകളുമായി നിരന്നു നിൽക്കുന്നവർ, ഇടവഴികളിലും പാടങ്ങളിലും വരെ CRPF-ഉം BSF-ഉം. ബംഗാളിൽ മമതാ ബാനർജി നിയന്ത്രിക്കുന്ന പോലീസിന്റെ അത്ര തന്നെയുണ്ട് ഇപ്പോൾ കേന്ദ്രസേനയുടെ സാന്നിധ്യവും. എങ്ങും യുദ്ധസമാനമായ അന്തരീക്ഷം. ഇതുവരെ പറഞ്ഞതെല്ലാം നേതാക്കളുടെ കഥകൾ. അപ്പോൾ ബംഗാളിലെ വോട്ടർമാരോ? വർഷം നീണ്ട CPM ഭരണം, പതിറ്റാണ്ട് പിന്നിടുന്ന മമത. എന്നിട്ടും ജനതയുടെ ജീവിതത്തിൽ ഒരു മാറ്റവും ഉണ്ടായില്ലെങ്കിൽ പിന്നെ വളരെ എളുപ്പമാണ് ഏതു രാഷ്ട്രീയ തന്ത്രവും പയറ്റാൻ. 0-ൽ നിന്ന് ഭൂരിപക്ഷത്തിന്റെ 147 എത്താൻ ഏത് പാർട്ടിക്കും നൊടിയിട കൊണ്ട് കഴിയും. 38 ദിവസം മാത്രം പ്രായമായ പാർട്ടിയുണ്ടാക്കി 24-കാരന് നൂറ്റാണ്ട് പിന്നിട്ട പാർട്ടികളെ പോക്കറ്റിലാക്കാനും കഴിയും. ബംഗാളി ജനതയുടെ 22% ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണ്. ദേശീയ ശരാശരിയും അതേ 22 തന്നെ. കേരളത്തിൽ അത് 8%. 10ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള സ്ത്രീകൾ വെറും 20% മാത്രമാണ് ബംഗാളിൽ. എന്തെങ്കിലും ജോലി ചെയ്യുന്ന സ്ത്രീകൾ വലിയ അരങ്ങ്. ഈ വലിയ അരങ്ങ് കാണുമ്പോൾ കേരളത്തിൽ നിന്നുള്ളവർ പെട്ടെന്ന് ചോദിക്കുന്ന ചോദ്യമുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ 26 സീറ്റെങ്കിലും CPM-ന് കിട്ടുമോ? ബ്രിഗേഡ് റാലി കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടാകുമോ? 1600 ഏക്കർ സ്ഥലത്തുള്ള ഒരു ഗ്രൗണ്ടാണ്. കൽക്കട്ട പോകുന്ന ആരും കാണുന്ന ഒരു ഗ്രൗണ്ടാണിത്. ആ ഗ്രൗണ്ട് നിറഞ്ഞ് കവിയാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിക്കും അത് നിറക്കാൻ വേണ്ടി കഴിയാറില്ല സാധാരണ. പക്ഷേ അത് നിറഞ്ഞു കവിഞ്ഞു. ഇത് സൂചിപ്പിക്കുന്നത് ഒരു റിസർജൻസ്, ലെഫ്റ്റിൻ്റെ ഒരു റിസർജൻസ് എന്തായാലും ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ 26 സീറ്റിൽ നിന്ന് എന്തായാലും സീറ്റ് വർദ്ധിക്കും. ഈ സഖ്യത്തിന് വലിയ സീറ്റ് ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് നിലവിലുള്ളത്. മെച്ചപ്പെടുത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശരിക്കും CPM-ന് ബംഗാളിൽ എന്താണ് സംഭവിച്ചത്? ഇന്നും ബുദ്ധദേവ് ഭട്ടാചാര്യ എന്ന മുൻ മുഖ്യമന്ത്രിക്ക് സമാധാനമായി ഒന്ന് ഉറങ്ങാൻ പോലും കഴിയുന്നില്ല. രോഗപീഠയിൽ വലയുമ്പോഴും ആശ്വാസത്തിന്റെ ഒരു വാർത്തയും എത്തുന്നില്ല. তখন জমায়েত করবেন না, যার বাড়িতে গিয়ে থাকুন, যার বাড়িতে থাকুন।
നന്ദിഗ്രാമിലെ ഈ വെടിവയ്പ് മാത്രം മതിയായിരുന്നു ഒരു ജനതയ്ക്ക് മാറി ചിന്തിക്കാൻ. ഈ പാടവും ഇവിടെ വിളയുന്ന നിലക്കടലയും മാത്രം സ്വന്തമായി ഉള്ളവരായിരുന്നു. അതുകൂടി ഇല്ലാതാകുമ്പോൾ പകരം എന്തു നൽകും എന്ന് സർക്കാർ പറഞ്ഞില്ല. വ്യവസായവൽക്കരണത്തിന് ബുദ്ധദേവ് നടത്തിയ എടുത്തുചാട്ടം അത്ര വലിയ തെറ്റായിരുന്നു. അതിലേറെ വ്യവസായവൽക്കരണമല്ലേ രാജ്യത്തെ മറ്റു സംസ്ഥാനങ്ങളിലും കേരളത്തിലും നടന്നത്. കേരളത്തിലെ സർക്കാരുകൾ ചെയ്തതിന്റെ 10-1 പണി പോലും ബംഗാളിൽ നടന്നിട്ടുമില്ല. അപ്പോൾ ആരാണ് തെറ്റുകാർ? 2011 ലെഫ്റ്റിന് ഭരണം നഷ്ടപ്പെടുന്നതിൽ വളരെ പ്രധാനപ്പെട്ട കാരണം നന്ദിഗ്രാം വിഷയമായിരുന്നു. ആ നന്ദിഗ്രാം വിഷയത്തിൽ തൃണമൂൽ കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ള വികാരം കെട്ടിപ്പടിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച നേതാവായിരുന്നു സുവേന്ദു അധികാരി. മിഡ്നാപൂർ ജില്ലയിൽ നിന്നുള്ള നേതാവാണ്. ആ സുവേന്ദു അധികാരി മമതയുമായി തെറ്റിപ്പിരിഞ്ഞ് BJPയിലേക്ക് പോയി. കാരണം മമതയുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് തന്നെ, തൃണമൂൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിന്ന് തന്നെ ഒരുപാട് ആളുകൾ കൊഴിഞ്ഞുപോയി. ഇത് സ്വാഭാവികമായിട്ടും മമതയുടെ വിജയത്തെ ബാധിക്കും. അതോടൊപ്പം തന്നെ BJPയുടെ വളർച്ച. കാരണം കഴിഞ്ഞ 2019 തെരഞ്ഞെടുപ്പിലാണ് BJP വലിയ നേട്ടമുണ്ടാക്കിയത്. 18 ലോക്സഭാ സീറ്റ് നേടി BJP ബംഗാളിൽ ഒരു വലിയ കക്ഷിയായിട്ട് മാറി. അതുവരെയും BJPക്ക് ആ രീതിയിലുള്ളൊരു വളർച്ചയുണ്ടായിരുന്നില്ല. BJPയുടെ വളർച്ചയ്ക്ക് മുന്നിൽ ഉയരുന്ന കൗതുകമുള്ള ചോദ്യമുണ്ട്. ഇനി കോൺഗ്രസും CPM-ഉം കൂടി മമതയുടെ തൃണമൂലിനെ പിന്തുണയ്ക്കുന്ന സ്ഥിതിയാണോ വരാൻ പോകുന്നത്? ആദ്യം കോൺഗ്രസിനെയും പിന്നീട് CPM-നെയും ബംഗാളിൽ നിലംപരിശാക്കിയ മമതയ്ക്ക് പരവതാനി വിരിക്കാനുള്ള ദൗത്യവും ഇതേ പാർട്ടികൾക്ക് തന്നെ വന്നു ചേരുമോ? എനിക്കത് തോന്നുന്നില്ല. കാര്യം പ്രധാനമായിട്ടും തൃണമൂൽ കോൺഗ്രസുമായിട്ട് ലെഫ്റ്റിന് യോജിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ഞാൻ നേരത്തെയൊക്കെ സൂചിപ്പിച്ചതുപോലെ യഥാർത്ഥത്തിൽ ബംഗാളിലേക്ക് BJPയുടെ കാവിക്കൊടി കൊണ്ടുവന്നത് തൃണമൂൽ കോൺഗ്രസ്സാണ്. തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുടെ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് യഥാർത്ഥത്തിൽ BJP ബംഗാളിൽ വളർന്നത്. ഇപ്പോൾ അവർ ശത്രുക്കളായെന്നുള്ളത് വേറെ കാര്യം. പക്ഷേ അവരെ കൊണ്ടുവന്നത് അവരുടെ ഒരു ആശയങ്ങൾക്ക് ഒരു ആശയ പരിസരം ഉണ്ടാക്കി കൊടുത്തതൊക്കെ തന്നെ യഥാർത്ഥത്തിൽ തൃണമൂൽ കോൺഗ്രസ് ആണ്. ബംഗാളിലെ എല്ലാവർക്കും അറിയുന്നതാണ്. കേരളത്തിലെ പോലെ തന്നെ ജാതി മത ശക്തികൾക്ക് വലിയ സ്വാധീനമില്ലാത്തൊരു സംസ്ഥാനമായിരുന്നു. വർഗ രാഷ്ട്രീയത്തിനാണ് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസക്തി. തൊഴിലാളി വർഗ രാഷ്ട്രീയത്തിനായിരുന്നു എന്നും മുൻകൈ ഉണ്ടായിരുന്നത്. അതിനെ തകർത്തിട്ട് ഒരു ജാതി രാഷ്ട്രീയമൊക്കെ കൊണ്ടുവരാൻ വേണ്ടി BJPക്ക് കഴിഞ്ഞത് യഥാർത്ഥത്തിൽ തൃണമൂൽ കോൺഗ്രസിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് എന്നുള്ളതാണ് വാസ്തവം. അതിന് സ്വാഭാവികമായിട്ടും തൃണമൂൽ കോൺഗ്രസുമായിട്ടോ BJPയുമായിട്ടോ ലെഫ്റ്റിന് കൈകോർക്കാൻ വേണ്ടി കഴിയില്ല. രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ തന്നെ മറ്റൊരു കവിതയുണ്ട്, ബോങ്കോ മാത. അതിൻ്റെ അവസാന വരികൾ ബംഗ്ലാ മാതാവിനോടുള്ള പ്രാർത്ഥനയാണ്. നിന്റെ ഈ കോടിക്കണക്കിന് കുട്ടികളെ വെറും ബംഗാളികളായി ഒതുക്കരുത്, അവർക്കായി ലോകത്തിൻ്റെ വാതിലുകൾ തുറക്കൂ. ഇങ്ങനെയാണ് ടാഗോർ കവിത അവസാനിപ്പിക്കുന്നത്. നൂറ്റാണ്ട് മുൻപ് ടാഗോർ എഴുതിയ ആ നിലയിൽ തന്നെയാണ് 9 കോടിക്കടുത്തു വരുന്ന ജനതയുടെ നല്ലൊരു പങ്കും. അവിടെ ഇനിയും വിപ്ലവമുണ്ടാകുമെന്നൊക്കെ പറഞ്ഞ് 70 മിനിറ്റ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾക്ക് കാലക്ഷേപം നടത്താമെന്നേയുള്ളൂ. വേറെ കാര്യമൊന്നുമില്ല. നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ഹിന്ദ്, ജയ് ഹിന്ദ്, ജയ് ഹിന്ദ്, ജയ് ഹിന്ദ്, ജയ് ഹിന്ദ്, വന്ദേ മാതരം, വന്ദേ മാതരം, জয় বাংলা, জয় বাংলা, জয় বাংলা, জয় বাংলা, জয় বাংলা, জয় বাংলা।